ഹലോ ഗൈസ്, നമ്മളിവിടെ ചെടി കാണിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് ഇവിടുത്തെ ചെടി മുഴുവൻ കമന്റ് ഉണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പൊ നമ്മൾ ചെടിയെല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് അറ്റത്തുനിന്ന് തുടങ്ങാം. അപ്പൊ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഒരു ചെടി കാണിക്കാൻ പോവാണ്. അതിന്റെ കോലം വളരെ എന്തോ പോലെയാണ്. നമുക്ക് കാണിക്കാം. ഇതാണ് മറ്റേ ചെടി. ഞാനും വേദാന്തം കൂടി ഇത് അവശിഷ്ടമാക്കി. ഇത് ഇവര് കളിച്ച് നശിപ്പിച്ച് കളഞ്ഞിക്ക. അടുത്ത് നമ്മൾ വാഴ പോലത്തെ ഒരു ചെടിയാണ്. ഇത് വീടിന്റെ ഫ്രണ്ടിൽ, മതിലിന്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുമ്പോൾ നല്ല രസമാണ് ഗൈസ്. ഞാൻ ഒരുപാട് വീട്ടിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവന്മാര് വന്ന് നല്ല നശിപ്പിച്ചു. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് അടുത്ത ചെടിക്ക് നമ്മൾ അടുത്ത ചെടി കാണിക്കാൻ പോവാണ്. അതിന്റെ പേരറിയത്തില്ല, ഒരു സ്പെഷ്യൽ ചെടിയാണ് ഗൈസ്. കണ്ടോ, പക്ഷെ ഇത് നല്ല രസമാണ്. വേഗം നശിപ്പിച്ചു. നമുക്ക് കാണാം ആ ചെടി. കണ്ടോ, ഇതാണ് ആ ചെടി. അടുത്ത ചെടിന്റെ പേരറിഞ്ഞൂടെ കേട്ടോ. അപ്പൊ അടുത്ത ചെടി നമുക്ക് കാണാം. പിന്നെ ഗൈസ്, ഈ ചെടിയുടെയൊക്കെ ഇടയ്ക്ക് കുറച്ച് പുല്ല് ചെടികൾ, വെറ്റമഷി, പിന്നെ കുറെ പുല്ല് ചെടി ചെറിയ അതൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെടിയാണ് ഇത്. കണ്ടോ, ഇത് നല്ല രസമാണ്. നല്ല രസമാണ്, സോഫ്റ്റ് ആയി. ഇത് തലങ്ങണിനെ പോലെ ഉണ്ട്. പക്ഷെ നമ്മുടെ അനിയൻ ആയിട്ടുള്ള ചെടിയാണ്. പക്ഷെ നമ്മുടെ അനിയൻ ഇത് അനിയൻ നശിപ്പിച്ച് കളഞ്ഞു. ഇത് കണ്ടോ, വാടിപ്പോയി. ഇങ്ങനെ വെള്ളം ഇതുപോലെയല്ല, ഇങ്ങനെ ഒരു ഇതിന്റെ ഈ ഇല കണ്ടോ, ഈ ഇല ഇങ്ങനെ ഈ മണി പ്ലാന്റിന്റെ ഇല പോലെ വലുതാണ്. എന്നിട്ട് പക്ഷെ ഇത് ഇങ്ങനെ വാഴ പോലെ തന്നെ നിൽക്കും. വെള്ളം ഒഴിച്ചൊക്കെ ഇരിപ്പോത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ നിൽക്കും. എന്നിട്ട് അത് നല്ല രസമാണ്. അപ്പൊ നമുക്കത് വളർത്തിയ നല്ലതാണ്. ഞാൻ അതും ഉണക്കി കളഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചെടി. അപ്പൊ ഗൈസ്, നമുക്ക് അടുത്ത ചെടി കാണാം. അപ്പൊ ലക്കി നമ്മുടെ ചെടി ഏതാന്ന് പറയാം. അതിന്റെ പേരാണ് തുളസി. എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ചെടിയാണ്. ഇത് ചെറിയ തുളസിയെ, കുഞ്ഞു തുളസി. മിക്കവർക്കും കിട്ടത്തില്ല. ഒരു തൈയാണ് കേട്ടോ, തുളസി തൈ. ഞങ്ങളുടെ വീട്ടിൽ ഒരു സീഡ് കിടന്നായിരുന്നു. അവിടുത്തെ ഇല കിടന്ന് ഞങ്ങൾ കുഴിച്ചിട്ടായിരുന്നു. തുളസി തൈ ഇങ്ങനെയായി. അപ്പൊ നമുക്ക് എന്തായിരുന്നു അടുത്ത ചെടി കിടക്കാം. നമ്മുടെ വീട്ടില് ഒരുപാട് ചെടികളുണ്ട്, കുറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ചെടി കാണാം. ഹായ് ഗൈസ്, നമുക്ക് അപ്പൊ അടുത്ത കാണാൻ പോകുന്ന ചെടിയുടെ പേര് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ ആ ചെടി എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ മറ്റേ തൂക്കിയിടുന്ന ചെടിച്ചട്ടിയില്ലേ, അതിനകത്ത് ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ വള്ളി പോലെ കിളിക്കും. അപ്പൊ നല്ല രസമാണ്. നമ്മുടെ തുളസിയുടെ അടുത്ത് തന്നെ, കൈ ഒന്ന് മാറ്റിക്കേടാ, ആ തുളസിയുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടോ. അത് ഇവിടെ നിൽക്കുന്നുണ്ടോ, തുളസിയുടെ അടുത്ത് തന്നെ തൊടുന്നുണ്ടോ. നല്ല സോഫ്റ്റ് അത് ഇതിനെ പോലെ. അതാണ് ആ ചെടി. കണ്ടോ, കാണാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പൊ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ കാണിക്കാം. നോക്ക്, നോക്ക്, കണ്ടോ ഗൈസ്, ഇങ്ങോട്ട് കാണിക്കും. കണ്ടോ, ആ ചെടിയാണ്. നല്ലോണം ഞാൻ കാണിച്ചു തരാം. ഈ തുളസിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ചെടി കണ്ടോ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത ചെടിയാണ്. അപ്പൊ ഗൈസ്, നമ്മൾ അടുത്ത ചെടി കാണാൻ പോവുകയാണ്. ആ ചെടി കാണിക്കുന്നതിന് മുന്നേ നമ്മൾ ഫുള്ള് ചെടി ഒന്ന് കാണിക്കാം. നോക്കിക്കേ, ഇവിടുന്ന് അങ്ങോട്ട് നിൽക്കുന്നതാണ് ഞങ്ങളുടെ വീട്ടിലെ ചെടികൾ. കണ്ടോ ഗൈസ്, നമ്മുടെ വീട്ടിലെ ചെടികൾ. അപ്പം നമ്മൾ അടുത്ത ചെടി കാണാം. അടുത്ത ചെടിയുടെ പേരറിയാൻ വേണ്ടി നമുക്ക് ലക്കി വിളിക്കാം. ലക്കി വരും. നമ്മുടെ അടുത്ത ചെടി ഏതാണ്? ചെറിയ കുഞ്ഞു തൈയാണ് കേട്ടോ. അതിന്റെ പേരാണ് നാരങ്ങ പിടിക്കുന്ന ചെടി. നാരങ്ങ ചെടി നമുക്ക് കാണാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ നാരകം. ചെറിയൊരു നാരകമാണ് കേട്ടോ. നമ്മുടെ നാരകം നല്ല രസമാണ്. നമ്മുടെ നാരകം ഇതിനകത്ത് നാരങ്ങ പിടിച്ചിട്ടില്ല, അത് നിങ്ങൾക്കറിയാമല്ലോ, ചെറിയ ചെടിയാണ്. അപ്പോൾ നമുക്കിത് വലുതാവാനുണ്ട് കേട്ടോ. ഈ നാരങ്ങയുടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. നമുക്ക് ലാസ്റ്റ് അല്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് അടുത്ത ചെടി. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്തൊരു ചെടി കാണാം. പക്ഷെ അതിൻ്റെ പേര് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഒരു നല്ല ചെടിയാണ്. പപ്പടമല്ല, പപ്പടമാണ്. ഒരു നല്ല രസമുള്ള ഒരു ചെടിയാണ്. നമുക്ക് അതപ്പോൾ കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് ആ ചെടി. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഈ ചെടി ചെറുതാണ്, അതിപ്പോൾ നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റില്ല. അതിൻ്റെ ഒരു വലിയ ചെടി ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ ചെടി കാണാം ഗൈസ്. അതിൻ്റെ വലുത് നമുക്ക് കാണാം. വലുത് കണ്ടോ ഗൈസ്, വലുത് നിൽക്കുന്നുണ്ട്. വലുത് നിങ്ങൾക്ക് എൻ്റെ കൂടെ കാണാം, വലുത്. അപ്പോൾ നമുക്ക് അടുത്ത ചെടി കാണാം. അടുത്തതിൻ്റെ പേര് ഞങ്ങൾക്ക് അറിയാം. നമുക്ക് അടുത്തത് കാണാവേ. എന്നോട് ചോദിക്കും പേര്. അപ്പോൾ ലക്കി പറയുന്നത് അവനോട് ചോദിക്കാണെന്ന്, അതുകൊണ്ട് അവനറിയാം. അതുകൊണ്ട് അവൻ പറയട്ടെ. പറയൂ, ചെടിയുടെ പേര് പറയൂലേ. ഇതിൻ്റെ പേരാണ് ബൊളാസം.
ബോൾസം അല്ല, ബോൾസം. വലിയ ചെടി ഇവിടെ ഉണ്ട്. ബോൾസം ചെടി ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. ബോൾസം ചെടി അതിന്റെ ഏറ്റവും മുട്ട എന്തുണ്ട്? ബോൾസം ഇവിടെ നിപ്പുണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞെണ്ണം നിപ്പുണ്ട് ഗേസ്. ഇവിടെ ബോൾസം 5-6 ഉണ്ട് ഗേസ്. അപ്പോൾ നമ്മൾക്ക് ഓരോ റോസാ ചെടി കാണിക്കുമ്പോൾ ബോൾസ് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. റോസാ ചെടിയുടെ ചട്ടിയിലൊക്കെ ബോൾസം നിൽക്കും. നമ്മൾ നേരത്തെ. അപ്പോൾ ഗേസ് നമുക്ക് അടുത്ത ചെടിയാണ്. അടുത്ത ചെടിയാണ് ഒരു എന്തോ ഒരു ചെടിയാണ്. എനിക്ക് നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. പക്ഷെ അതിന്റെ പേര് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ ചോദിച്ചു. അതൊരു എന്താണ് മല്ലിയിലയുടെ ഇല പോലെ. നമുക്ക് ആ ചെടി നല്ലോണം. ഹായ്. അപ്പൊ ഗൈസ് ഇതാണ് ആ ചെടി. ഇത് അപ്പൊ ഇത് പിന്നെ അതിന്റെ അടുത്ത് നിൽക്കുന്നത് ബോൾസം. അതിന്റെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല. ബോൾസം അല്ല, മറ്റേ ചെടിയുടെ. അപ്പൊ അടുത്ത ചെടിയാണ്. അടുത്ത ചെടി എന്ന് പറഞ്ഞാൽ വള്ളി പോലെ പിടിക്കുന്ന ചെടിയാണ്. അതിന് വെച്ചൊരു ഉപകാരമുണ്ട്. പടക്കം പൊട്ടിക്കാൻ കളിക്കാം. കണ്ട ഇങ്ങനെ ചുരുട്ടി പടക്കം പൊട്ടിക്കാൻ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇവിടെ ചെടിയുടെ ഇലയൊന്നുമില്ല കേട്ടോ. അടുത്തത് മണി പ്ലാന്റ്. മണി പ്ലാന്റ് ആണ് ഇത്. അപ്പൊ മണി പ്ലാന്റ് ഇത്രയും വലുതായിട്ടാണ് നിൽക്കുന്നത്. കാണിച്ചു തരാം. നമുക്ക് ഇത്രയും വലുതായിട്ടാണ് നമ്മുടെ മണി പ്ലാന്റ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചെടിനെ കാണാം. അതാണ് റോസ. ഈ മണി പ്ലാന്റ് ഉണ്ട്. മണി പ്ലാന്റിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റോസ. ഈ റോസാപ്പൂവിന്റെ കളർ ഏതാണെന്ന് എനിക്കറിയത്തില്ല. റോസയാണ്. നമുക്ക് അടുത്ത ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇഷ്ടം പോലെ ബോൾസ് ഉണ്ടെന്ന്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ബോൾസ് ഇവിടെ ഉണ്ട് ഒരു ബോൾസം. ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ താഴെ തന്നെ ഒരു ചെടി നിൽക്കുന്നുണ്ടോ? കുഞ്ഞു ചെടി. ഇത് കണ്ടോ? അത് കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെള്ളയും പിന്നെ വെള്ള പോലത്തെ ഒരു കളറുള്ള ഒരു ചെടിയാണ്. നിങ്ങൾ നോക്ക്. പക്ഷെ അതിന്റെ പേരെന്തോന്ന് എനിക്ക് അറിയത്തില്ല. നല്ലൊരു ചെടി. പിന്നെ നേരത്തെ കണ്ട ആ തൂക്കിടുന്ന ചെടി കണ്ട ഇവിടെ വള്ളിയാടി പിടിച്ചിരിക്കുന്നുണ്ട്. അതിന് കുറെ തൈ നിങ്ങൾ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് കണ്ട് നല്ലൊരു സൗണ്ട് കാണാൻ. പിന്നെ നമ്മുടെ റോസ വീണ്ടും നമ്മുടെ റോസയാണ്. അപ്പൊ നമ്മുടെ റോസ ഇവിടെ നിറച്ചുണ്ട്. പിന്നെ ഇല്ല റോസ കാണട്ടെ. റോസ നമ്മുടെ റോസ ഇവിടെ ഇപ്പോൾ ഒരു റോസ. പിന്നെ നമ്മുടെ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഈ ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. പപ്പടം പോലത്തെ ലക്കി പറഞ്ഞ പപ്പടം എന്ന് പറയുന്ന ചെടിയാണ്. ആ ചെടിയുടെ പൂവാണ് ഇത് ഈ കാണുന്നത്. നല്ല രസം ഇത് കാണാൻ. ഇത് നല്ല ഭംഗിയാണ്. ഒരു റെഡ് പൂവാട്ടോ. റെഡ് അത് വലുതാവും. അപ്പൊ കാണാം. അതും വലിയ മുട്ടനായിട്ടാണ്. അപ്പൊ നമുക്ക് അപ്പൊ ഗൈസ് അടുത്ത ചെടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിന് നല്ലതായിട്ടുള്ള ഒരു ചെടിയാണ് കറ്റാർ വാഴ. അടുത്ത് ഇവിടെ നിറച്ചുണ്ട് ഗൈസ്. ഇവിടെ നിറച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ഗൈസ് നമ്മുടെ കറ്റാർ വാഴ നിൽക്കുന്നുണ്ടോ? ഈ ചെടിയുടെയൊക്കെ ഇടയ്ക്കാണ് ഒരു കുഞ്ഞി തൈയൊക്കെ അതിന്റെ ഇടയ്ക്കൊക്കെ നിൽപ്പുണ്ട് ഗൈസ്. കണ്ടോ കുഞ്ഞി തൈ നിൽക്കുന്നത്. അടുത്ത നമ്മുടെ നേരത്തെ കണ്ട നല്ല സോഫ്റ്റ് ചെടി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് സംശയമാണ്. കുഞ്ഞി തൈയൊക്കെ അവിടെ കണ്ടോ? നല്ല സോഫ്റ്റ്. അതൊക്കെ നോക്കണം. നല്ല കുഞ്ഞി തൈയൊക്കെ നിൽപ്പുണ്ട് നമ്മുടെ കറ്റാർ വാഴ. അടുത്ത ചെടി നമുക്ക് പറയാം. ഹായ് ഗൈസ്. അപ്പൊ നമ്മുടെ അടുത്ത ചെടി എന്ന് പറയുന്നത് തക്കാളി. നമുക്ക് തക്കാളി കാണാൻ. തക്കാളി ചെടി നമ്മുടെ തക്കാളി ചെടി ഇവിടെ നിൽപ്പുണ്ട്. ആ ചെടി തന്നെ നമ്മുടെ റോസ് നിൽപ്പുണ്ട്. റോസാ ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. അതിന്റെ അടുത്ത് തന്നെ ഒരു ചെടിയുണ്ട്. അടുത്ത് തന്നെ ഒരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ചെടിയാണ്. പക്ഷെ അത് എന്ത് പറയാ എനിക്കും ഇഷ്ടപ്പെട്ടാണ്. ഇവന്മാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും ആ ചെടി എടുത്ത് അതിന്റെ ഇല പൊട്ടിച്ച് കളിക്കും. നല്ല രസമാണ്. അപ്പൊ കണ്ട വടക്ക സൗണ്ട്. ഇതിന്റെ അകത്ത് ജെല്ലുണ്ട്. അപ്പൊ എനിക്ക് ഒരെണ്ണം പൊടിക്കണം. അപ്പൊ ഞാനും ഒരെണ്ണം ഇതിന്റെ അകത്ത് നിങ്ങൾ നോക്കണം. ഞെക്കി പീഴന്തേ നല്ല ജെല്ല്. ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു. നോക്കണേ സൗണ്ട് കേൾക്കണേ ഗൈസ്. ജെല്ലിന്റെ മുഖത്ത് തേച്ച നല്ലതാണ്. ഉള്ളിൽ നല്ല ഒരു ജെൽ കറ്റാർ വാഴ പോലത്തെ ഒരു മുഖത്ത് തേക്കണം. നല്ല സോഫ്റ്റ് ചെറിയൊരു ജെല്ലുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങളെല്ലാരും കണ്ടോളൂ. കണ്ട ജെല്ല് പോലെ. ഇനി നമ്മൾ കാണേണ്ടതാണ് നമ്മുടെ അടുത്ത ചെടി. നമുക്ക് അപ്പൊ ഗൈസ് നമ്മുടെ നെക്സ്റ്റ് ചെടി എന്ന് പറയുമ്പോൾ നമ്മള് നേരത്തെ കണ്ട ചെടിയുടെ ഒക്കെ തൊട്ടടുത്തുള്ള ചെടി നമ്മുടെ ഇപ്പൊ കണ്ട കുറെ ചെടികളുണ്ട്. മണി പ്ലാന്റ് പോലത്തെ. അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ചെടികളാണ് നമ്മുടെ ഇത്. ചേച്ചി ഒരു കാര്യം പറയണേ. അപ്പൊ ഗൈസ് നമ്മൾ നേരത്തെ ലക്കി പപ്പടം എന്ന് പറഞ്ഞ ഒരു ചെടിയുടെ ഒരു കാര്യം ലക്കിക്ക് പറയണം. ഇതാണ് അതിന്റെ പൂ. അതിന്റെ പൂ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ മുട്ടായിരുന്നു. ചെറിയാണ്. അപ്പൊ നമുക്ക് അതിന്റെ പൂ കാണാം. പൂ കാണുന്നതിന് മുന്നേ നമുക്ക് ഈ ചെടി കാണാം. ഇതുണ്ട്. ഇത് ബോൾസം. ഇത് നമ്മുടെ റോസ. അത് ഇത് വെള്ളയും കൂടെ കലർന്നത്. ആ പൂ നിങ്ങൾക്ക് കാണണ്ടേ? ആ പൂ കാണാം. ആ പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് അതിൻ്റെ അകത്ത് ഒരു ഓറഞ്ച് പൂവും പിന്നെ ഒരു മഞ്ഞ പൂവും കൂടെ മിക്സ്. അതിന് ഇറങ്ങി വരും. അത് നല്ല രസമാണ്. നമുക്ക് അത് നമുക്ക് കാണാം. നിന്റെ ആദ്യം ഇത് കാണട്ടെ. ആദ്യം നമുക്ക് ഇത് കാണാം. നമുക്ക് ഇവിടെ നിന്ന് കാണാവേ. അപ്പൊ ഗൈസ്
അതിൻ്റെ പൂ കണ്ടോ, അതിൻ്റെ ആ ഓറഞ്ച് പൂവിൻ്റെ ഉള്ളിലാണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ മഞ്ഞപ്പൂ ഇങ്ങനെ പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ പിച്ചെടുക്കാം കണ്ടോ. ഇതിനകത്ത് തേനുണ്ടെന്ന് തോന്നുന്നു. തേനുണ്ട് നല്ല. എന്താ ശരിക്കും തിന്നുന്നു? ലക്കി ഇതോട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ലക്കിക്കൊന്ന് കൊടുത്ത് നോക്കാം. ലക്കിക്കൊന്ന് പിച്ച് കൊടുത്ത് നോക്കാം. നമ്മളിത് ഇപ്പോൾ ഒരു മഞ്ഞപ്പൂ നമ്മൾ പിച്ചാണ്. മിക്കവരുടെ വീട്ടിൽ കാണാം, അവർക്കൊന്നും ഇത് അറിയത്തില്ലായിരിക്കും. ഇനി ലക്കിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് പറഞ്ഞേ മധുരമില്ലേ? സത്യമായിട്ടും ഗൈസ് അത് നിങ്ങൾ എല്ലാവരും പിച്ച് നോക്കിക്കോ. ഞങ്ങൾ പറയുന്നത് കള്ളമല്ല, സത്യമാണ്. അത് നല്ല മധുരം. ഞാൻ ആദ്യമായിട്ട് അതിൽ വെള്ളം കണ്ടപ്പോൾ ഒന്ന് നക്കി നോക്കിയതാണ്. ഇപ്പോഴാണ് ഞാൻ ബോൾസ്. അപ്പം നമുക്ക് അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ നിറച്ചും ബോൾസ് വന്നു. അപ്പോൾ ഇവിടെ കണ്ടോ ബോൾസത്തിന്റെ ഒരു കൂട്ടം തന്നെ. നമ്മളൊരു ചെറിയ ചെടി കാണിച്ചില്ലായിരുന്നു. അപ്പം നമ്മളൊരു ചെറിയ നമ്മൾ രണ്ടാമതൊരു ചെടി കാണിച്ചിരുന്നല്ലോ, ഒരു ചെറിയ തെറ്റി പോലെ, ഒരു പേരില്ലാത്തൊരു. ഇത് ഈ ചെടിയുടെ വലിയ ചെടി ഇത് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. കാണിച്ചു തരാം. എന്തോ ഒരു ചെടിയാണിത്, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ ഇരുന്ന് കാണിക്കാന്തേ അതിന്റെ വള്ളിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടോ. അപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ ബോൾസ് കൂട്ടം കാണിച്ചില്ലേ, അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ മറ്റേ ആ തേനുള്ള പൂവിൻ്റെ ആ മഞ്ഞപ്പൂ വരാത്തൊരു ചെടിയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചെടി കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ഒരു കറ്റാർ വാഴയാണ് കാണുന്നത്. കറ്റാർ വാഴ ഇവിടെ നിറച്ചുണ്ട്. കറ്റാർ വാഴ ഇവിടെ പിന്നെ ഇവിടെ നിന്നുമ്പോൾ എൻ്റെ അനിയന് പിന്നെ ഇവനും കൂടെ കളിച്ച് ഒടിച്ച് കളയും. പിന്നെ ഇതാരാ ഒടിച്ചതെന്ന് അറിയത്തില്ല, ഇതിൻ്റെ മണ്ട ഒടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നോക്ക് ഗൈസ് കണ്ടോ, ഒടിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് അടുത്ത ചെടി കാണാം. അടുത്ത ചെടിയിലേക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത ചെടി എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും നമ്മൾ തിരുവാതിര കളിക്കുമ്പോഴും പിന്നെ വേറെ നമ്മൾ വല്ല സ്ഥലത്തും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നല്ല മണമുള്ളൊരു പൂവുണ്ടല്ലോ, മുല്ലപ്പൂ. ആ മുല്ലച്ചെടി ഇവിടെ നിൽക്കുന്ന കാണാം, പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. നിങ്ങളൊന്ന് നോക്ക് ഗൈസ്, നിങ്ങൾ ഒന്ന് നോക്ക്. ആ പടർന്ന് നിൽക്കുന്നതിൽ മുല്ല മാത്രമല്ല ചെമ്പരത്തി ഉണ്ട്, പിന്നെ വെറ്റയുണ്ട്. ഇത് നമ്മുടെ ചെമ്പരത്തി. നമുക്ക് വെറ്റയാണെങ്കിൽ ചെമ്പരത്തി, ഞാൻ ഈ ചെമ്പരത്തി എടുത്ത് നിന്ന് ഒരുപാട് പോസ്റ്റൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ വെറ്റ ഈ കൂട്ടത്തിലുണ്ട്. വെറ്റ കണ്ടു, ഇതിന്റെ ഇടയ്ക്ക് പടർന്ന് നിൽക്കുന്നത് വെറ്റ. പപ്പര പിന്നെ കാണിക്കാടാ. അപ്പൊ നമുക്ക് ആദ്യം വെറ്റ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ മതിലിന് തേക്കാനുള്ളത് കുറച്ച് പിച്ച് കളഞ്ഞോണ്ടിരുന്നു. മുല്ല ഇവിടെ പടർന്ന് പന്തളിച്ച് കിടക്കുകയാണ് ഗൈസ്. നോക്ക്, ഇതിനിടയ്ക്ക് ചെമ്പരത്തി മുല്ല കാണോ. ഇത് അങ്ങോട്ട് പോകണം, മേലോട്ട്. മുല്ല ഇവിടെ ഒന്നുമില്ല ഗൈസ്. പിന്നെ നമ്മുടെ അപ്പോൾ ഈ പിന്നൊരു ചെടി ഉണ്ട്, അറിയാവോ നിങ്ങൾക്ക്? നങ്ങ്യാർ വട്ടം അങ്ങനെ പറയുന്നൊരു ചെടി, ചക്രം പോലത്തെ ഇതുള്ള വെള്ള കളറില. അതിവിടെ നിൽപ്പുണ്ട്. അതാണ് ഞങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ ഇഷ്ടം പോലെ വെക്കുന്ന ചെടി പൂ. അപ്പം നമുക്കത് കാണാം. അതിൻ്റെ ഒരു പൂ കാണാം. ഗൈസ് കണ്ടോ, പൂ നിൽക്കുന്നുണ്ടോ? പിന്നെ അവിടെ തന്നെ ചെമ്പരത്തിയൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നമുക്കൊന്ന് കാണാം. ആ മേളിലോട്ട് നോക്കിയ ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ വാഴയുടെ ഇവിടെയൊക്കെ ഉണ്ട് കാണിച്ചത്. ഇവിടെ നിൽക്കുന്നത് അതാണ് നങ്ങ്യാർ വട്ടം. പിന്നെ ഇവിടെ ഒരു വാഴ നിൽപ്പുണ്ട്, വാഴ. അത് നമുക്ക് അടുത്ത ചെടി എന്ന് പറയുന്നത് തെറ്റിയാണ്. തെറ്റിയല്ലേ നമ്മുടെ തെറ്റി. അപ്പൊ നമുക്ക് തെറ്റി കാണാം. ഒരു മല ഇന്ന് ചരിഞ്ഞു കിടക്കുന്നത് തെറ്റി. ഇത് മറ്റേ വാഴനെ പോലെ. ഇതിനകത്ത് റെഡ് തെറ്റിയാണ്. പക്ഷെ ഇത് കണ്ടോ, ഇത് ചരിഞ്ഞു കിടക്കുന്നു. അത് ചിലപ്പോ വേദാന്തം ചെയ്തതായിരിക്കും. പിന്നെ നമ്മുടെ വേപ്പലയാണ്. വേപ്പില ഇവിടെ പുച്ച പോലെ. പിന്നെ ഒരു വലിയ മരം കണക്ക് നിൽപ്പുണ്ട് മേലോട്ട് കണ്ടോ. അത് വേപ്പിലയാണ്. പിന്നെ നമ്മുടെ വേപ്പിലയുടെ തണ്ട് കണ്ടോ, ഇത് വേപ്പിലയാണ്. ഈ മേളിലോട്ട് കഴിച്ചു. പിന്നെ സ്പെഷ്യൽ സാധനം പപ്പര നിൽപ്പുണ്ട്. പപ്പര നിൽപ്പുണ്ട്. ആ പപ്പരയാണ് ഇത് കണ്ടോ, പപ്പര. ഈ ലക്കിയും വേണം കൂടെ ഒരു കാര്യം കാണിക്കും. ഇപ്പൊ ലക്കി കാണിക്കാൻ പോവാണെന്നില്ല, ഞാൻ ഒന്ന് ഓണാക്കട്ടെ. അപ്പൊ നമ്മള് ലക്കി ചെയ്യാൻ പോകണ്ട. പപ്പരയാണിത്. പപ്പരയുടെ മണ്ട കയറി തൂങ്ങി ഇറങ്ങുകയാണ് കണ്ടോ. ഞാനിത് പരിശ്രമിച്ച് നോക്കി, പക്ഷെ എനിക്ക് നടന്നില്ല. അപ്പൊ ഞാൻ പരിശ്രമിക്കുന്നു കാണാം. ഞാൻ പരിശ്രമിക്കാൻ നോക്കുകയാണ്. എനിക്ക് പേടിയാണ് ഗൈസ്, എനിക്ക് പേടി. ഞാൻ ഇവിടെ നിന്ന് കയറാൻ നോക്കുകയാണ്. എനിക്ക് പേടിയാണ് ഗൈസ്. അയ്യോ ഗൈസ്, ഇപ്പൊ ഞാൻ ചത്തി. അപ്പൊ നമുക്ക് അടുത്ത ചെടി കാണാം ഗൈസ്. എന്റെ പരിശ്രമം ഏറ്റു. ഞാൻ വീഡിയോ ചെയ്തപ്പോ എന്റെ പരിശ്രമം ഏറ്റു. എന്ത് ചെയ്യണം ഗൈസ്, എനിക്ക് സന്തോഷം കൊണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ഞാൻ നാരങ്ങയുടെ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നാരങ്ങ ചെടിയാണ് ഈ വലിയൊരു മരം. ആ മുള്ളു കൊടുക്കാം. ഈ നാരങ്ങ എന്തോ ഇപ്പൊ ആരാ
അപ്പോൾ ഗൈസ് നമ്മുടെ ചിറ്റ വിളിച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നാരകം. നാരകവും മാവും എല്ലാം കൂടെ മിക്സായി നിൽക്കുകയാണ്. പിന്നെ മുള്ളു ചിലപ്പോൾ കാണാൻ പറ്റില്ലേ. അപ്പോൾ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഇവിടെ നിൽപ്പുണ്ട്. ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടാണ്. ഫാഷൻ ഫ്രൂട്ടാണോ ഇത്? അതെ, നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ കമ്പാണ്. നമുക്ക് ഫാഷൻ ഫ്രൂട്ട് കാണുന്നതിന് ഫാഷൻ ഫ്രൂട്ട് മേലിലാണ് കിടക്കുന്നത്. നമുക്ക് മേളിൽ പോയി കാണാം. അതിന് മുന്നേ നമുക്ക് മാവ് കാണണ്ടേ. നമ്മുടെ മാവാണ് മേളിലോട്ട് നിൽപ്പുണ്ട്. മേലോട്ട് ഇതേ ഒരു മാങ്ങയൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് മേളിപ്പോയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ അനിയൻ സ്പീഡായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പതിയെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലാക്കി മാങ്ങ വിളിച്ച് കാണിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അതേ കണ്ടോ ഗൈസ്, ഇവിടെ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമായിരിക്കും. അടുത്തോട്ട് നോക്ക്, മാങ്ങ. അപ്പോൾ നമുക്ക് അതൊരു കൂട്ടാണ്. ഞങ്ങൾ ഇതിൻ്റെ കുറച്ച് മാങ്ങ പിച്ചി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മേളിൽ പോയിട്ട് ബാക്കി മാങ്ങയാണ്. ഇവിടെ നിറച്ച് മാവാണ് കേട്ടോ. നോക്കിക്കേ മാവ്. നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് നിങ്ങൾക്ക് കാണണ്ടേ. ഇവിടെ വെയിലാണ്, വെയിൽ മങ്ങിക്കിടക്കുകയാണ്. എന്നാലും നമ്മൾ ഫാഷൻ ഫ്രൂട്ട് പടർന്ന് കിടക്കുന്നുണ്ടോ. ഇവിടെ നിന്നാണ് നിറച്ചും ഫാഷൻ ഫ്രൂട്ട്. നമ്മൾ ഫാഷൻ ഫ്രൂട്ട് വെച്ച് ജ്യൂസ് അടിച്ച് കുടിച്ചു, തിന്നു. പിന്നെ ഫാഷൻ ഫ്രൂട്ട് പുളിയായതുകൊണ്ട് ഇതേണ്ട് ഈ പപ്പരയിലാണ് ഇവൻ തൂങ്ങിയത്. പിന്നെ നമ്മുടെ മാവ് ഈ നിൽക്കുന്നത് മാവാണ്. നമ്മുടെ വേറെ മാവ് കാണണം. അപ്പം നമ്മുടെ ഈ മാവിലെ മാങ്ങ ഞങ്ങൾ പിച്ചി, പക്ഷെ പഴുത്തില്ല ഗൈസ്. നമ്മുടെ ഈ മാങ്ങ എന്ന് പറയുന്നത് സേല മാങ്ങ എന്ന് പറയും. ഇതിനകത്ത് നീരുണ്ടായിരുന്നു. നീരിന്റെ മരം നിട്ട് നീരിനെല്ലാം കൊന്നു. ഇതിലെ മാങ്ങയാണ് ഞങ്ങൾ തിന്ന് ഒരു 40ഓളം ഞങ്ങൾ തിന്ന് തീർന്നു. 40 അല്ല, ഒരു 60. ഞങ്ങൾ ഈ എല്ലാ വർഷവും വന്ന് തിന്നുന്ന കൂട്ടിയ 100നെ കൂടുതലാണ്. അപ്പൊ അതെ ഇത് കണ്ടോ, ഇവിടെ ഈ മാവിന്നാണ് ഞങ്ങൾ തിന്നുന്നത്. അതിന് നല്ല മാങ്ങ. അവൻ എന്നെ ഫാഷൻ ഫ്രൂട്ട് കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് പേടിയാണ് അവിടെ ഇറങ്ങി. പക്ഷെ ഇവനെ അവിടെ കാണിക്കാന്ന് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് കാണാമല്ലോ, ഇവിടെ ഭയങ്കര താഴെ വീഴുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് പേടിയാ. അവിടെ എങ്ങാണ്ട് നിൽപ്പുണ്ട് ഗൈസ്. എനിക്ക് വയ്യ, എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ പോവുകയാണ് ഗൈസ്. എനിക്ക് പേടിയാണ്, അതുകൊണ്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഇനി നമുക്ക് വേറെ ഇവൻ അവിടെ അറ്റത്ത് പേടിയൊന്നുമില്ല. അങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ വരുന്നുണ്ട് പുല്ല് പോലെ. എനിക്ക് ഇതിറങ്ങുന്നതിന് പേടിയില്ല, അവിടെ എനിക്ക് പേടിയല്ലേ. അപ്പോൾ നമ്മുടെ ചെടിയുടെ ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. പിന്നെ ഇത് ഇവിടെ കുരുമുളക്, പിന്നെ വേറെ എന്തോ ഒരു ചെടി നിൽപ്പുണ്ട്. കുരുമുളക് വെച്ച് പടക്കം പൊടിക്കുന്ന രീതിയാണല്ലോ. ഇവനെല്ലാം വെച്ച് പടക്കം പൊടിക്കുന്ന പണിയാണ് കുരുമുളക്. ഇതാണ് ഇവൻ്റെ പടക്കം. പിന്നെ ഇത് കാണും. ഈ ചെടി എനിക്ക് നല്ല രസമാണ്. ഇതും കാണാൻ നല്ല. അപ്പം നമ്മുടെ ചെടിയുടെ വീഡിയോ ഒന്ന് നമ്മളെ ചെടികളുടെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പം നമ്മുടെ അപ്പോൾ ബൈ എല്ലാവർക്കും, ബൈ.